ഹലോ കൂട്ടുകാരെ, 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ടോം വാച്ചർ എന്ന് പറയുന്ന ഒരു കിടിലൻ തായ് മൂവിയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ചീവ് എന്ന് പറയുന്ന ഒരാളെയാണ്. അവനാകെ വിഷമിച്ച് നിൽക്കുന്നു. പിന്നീട് കുറച്ച് പഴയ കാലമാണ് കാണിക്കുന്നത്. അവനും അവന്റെ ഭാര്യയായിട്ടുള്ള ലുന്തും ആദ്യമായിട്ട് കണ്ടുമുട്ടിയ നിമിഷങ്ങളാണ് അവനിപ്പോൾ ഓർക്കുന്നത്. ചീവ് ഒരു പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ആണ്. ലുന്തുമാകട്ടെ ഒരു വലിയ കമ്പനിയുടെ ഉടമയാണ്. ദേഹത്ത് ഒരല്പം പെയിന്റ് തെറിച്ചതിനെ തുടർന്ന് രണ്ടുപേരും പ്രണയത്തിലാവുന്നു. പിന്നീട് അത് വിവാഹത്തിലേക്കും എത്തുന്നു. ചീവാകട്ടെ വലിയ സാമ്പത്തിക ശേഷി ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെ നമ്മുടെ ചീവും ലുന്തും കൂടി സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത്. എന്തോ കാരണത്താല് ലുന്തുമിന് പെട്ടെന്നൊരു നെഞ്ചുവേദന വരികയാണ്. പിന്നീട് അവള് ഒരുപാട് ദിവസം കിടപ്പിലായി. എല്ലാവരും നമ്മുടെ ചീവിനോട് അവളെ ഇട്ടിട്ട് പോകണം, നീ വേറെ ജീവിതമായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ചീവ് അതിന് മുതിർന്നില്ല. അവൻ എപ്പോഴും അവളെ തന്നെ പരിചരിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരു ദിവസം നമ്മുടെ ലുന്തും മരണപ്പെട്ടു. ചീവിന്റെ ലൈഫ് തന്നെ ആകെ മാറിപ്പോയി. അവൻ ഒട്ടും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ലുന്തുമിന്റെ ഓഫീസിലെ സ്റ്റാഫ് ആയിട്ടുള്ള റോസിനെയാണ്. വളരെ സാധാരണമായിട്ടുള്ള ഒരു ജീവിതമാണ് അവൾ നയിക്കുന്നത്. പക്ഷെ ഇപ്പൊ എന്തോ ഒന്ന് അവളെ പിന്തുടരുന്നതായിട്ട് അവൾക്ക് തോന്നുന്നു. ഫ്രണ്ട്സൊക്കെ ഇപ്പൊ അവളെ ഒരു പബ്ബിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ കുളിച്ചൊരുങ്ങി അവള് പബ്ബിലേക്ക് പോവുകയാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് എല്ലാവരും ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. ഇവൾക്ക് മാത്രം അതിലൊന്നും യാതൊരുവിധ എൻജോയ്മെന്റും കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. മാത്രമല്ല അവളെ ആരോ പിന്തുടരുന്ന പോലെ റോസിന് തോന്നുകയാണ്. പക്ഷെ അവളുടെ കൂട്ടുകാരികൾ ഇവളെ ഡാൻസിനായിട്ട് ക്ഷണിക്കുകയും അങ്ങനെ മൂന്നുപേരും കൂടി ഇപ്പൊ ഡാൻസ് കളിച്ച് മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാൻസ് കളിച്ച് ക്ഷീണിച്ച നമ്മുടെ റോസ് ആകട്ടെ ഇപ്പൊ ബാത്റൂമിലേക്ക് പോകും വഴി അവളെ ഒരു പ്രേതം വേട്ടയാടാനായിട്ട് വരികയാണ്. പെട്ടെന്ന് അവള് ഞെട്ടി എഴുന്നേറ്റു. റോസ് കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു അത്. റോസ് അങ്ങനെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ചീവ് ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞ നമ്മുടെ ലുന്തുമിന്റെ മരണശേഷം ചീവ് തെരഞ്ഞെടുത്തിരിക്കുന്നത് റോസിനെയാണ്. ലുന്തുമിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കാനായിട്ട് പോവുകയാണ്. പക്ഷേ ഇവിടെ ഇവര് രണ്ടുപേരും ഒന്നിക്കുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല അല്ലെ? വഴിയെ നമുക്ക് കാണാം രണ്ടുപേരും സ്നേഹം പങ്കിട്ട ശേഷം ഇപ്പൊ നേരെ പോകുന്നത് ലുന്തുമിന്റെ വീട്ടിലേക്കാണ്. അവളുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം രണ്ടുപേരും കൂടി ഇപ്പൊ കാറിൽ ഒരു യാത്ര പോവുകയാണ്. ഇതിന് മുൻകൈ എടുക്കുന്നത് ചീവ് തന്നെയാണ്. നമുക്കൊന്ന് റിലാക്സ് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിസോർട്ടിലേക്കാണ് ഈ റോസിനെയും കൊണ്ട് അവൻ പോകുന്നത്. പോകുന്ന വഴിയിൽ റോസ് വർക്ക് ചെയ്യുന്ന ആ ഒരു ഓഫീസ് കാണിക്കുന്നുണ്ട്. അപ്പൊ തന്നെ റോസിന് ഒരു പാസ്റ്റ് ഓർമ്മ വരികയാണ്. അതായത് ചീവിനെ അവൾ ആദ്യമായി കണ്ടുമുട്ടിയത് രണ്ടുപേരും നല്ല രീതിയിൽ പുകവലിക്കുമായിരുന്നു. ഒരു ദിവസം ചീവ് നമ്മുടെ ലുന്തുമിനെ കാണാനായിട്ട് ഓഫീസിലേക്ക് വന്നു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹപ്രകടനമൊക്കെ റോസ് കണ്ടു. അവൾക്ക് നല്ല അസൂയ മൂത്തു. എങ്ങനെയെങ്കിലും ചീവിനെ സ്വന്തമാക്കണം എന്ന് മാത്രമായിരുന്നു റോസിന്റെ മനസ്സില്. അതിന് എന്ത് വൃത്തികെട്ട കളി കളിക്കാനും അവൾ തയ്യാറായിരുന്നു. അധികം വൈകാതെ തന്നെ ചീവിനെ വളച്ചെടുത്ത് അവൾ അവളുടെ ശരീരം അവന് കാഴ്ചവെച്ചു. അങ്ങനെ ആ ഒരു പാസ്റ്റ് കട്ടായിട്ട് ഇപ്പൊ പ്രസന്റിലേക്ക് വരികയാണ്. ചീവാകട്ടെ ഇപ്പൊ ലുന്തുമിന്റെ അച്ഛന്റെയും അമ്മയുടെയും വീട്ടിലേക്ക് എന്തോ ഒരു ഫയറും പിടിച്ച് പോയിട്ട് തിരിച്ചു വരുന്നു. അതെന്താണെന്നൊക്കെ നമ്മുടെ റോസ് അവനോട് ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല മോളെ, എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാകും എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ആ ഒരു കാടിന് നടുവിലുള്ള റിസോർട്ടിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇനി കുറച്ചു ദിവസം കൂടിയും കാത്തിരുന്നാൽ മാത്രം മതി, എല്ലാ കാര്യങ്ങളും നമുക്കിനി കിട്ടും, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ ചീവ് ഇപ്പോൾ റോസിനോട് പറയുന്നു. ഇവർ രണ്ടുപേരും ഈ യാത്ര ഇങ്ങനെ ആസ്വദിച്ചു പോകുമ്പോഴാണ് ഒരു സ്ഥലത്തെത്തുമ്പോൾ ആ നാട്ടിലുള്ള കുറച്ചു പേര് എന്തൊക്കെയോ റിച്വൽസും മറ്റും നടത്തുന്നത് ഇവർ രണ്ടുപേരും കാണുന്നു. അന്ധവിശ്വാസം അല്ലാണ്ടെന്താ, രണ്ടുപേരും പരസ്പരം ഇവരൊക്കെ കളിയാക്കി ചിരിച്ച് വീണ്ടും അവിടെ നിന്നും യാത്ര തുടരുന്നു. വളരെ കുറച്ചു നേരം കൊണ്ട് തന്നെ കാടിന് നടുവിലുള്ള ആ ഒരു വീട്ടിലേക്ക് അവർ രണ്ടുപേരും എത്തിച്ചേർന്നു. വീടിന് മുൻപിലായിട്ട് ചെറിയൊരു മരം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ റോസിന് ചെറിയ അസ്വസ്ഥത അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. രണ്ടുപേരും ഇപ്പൊ വീട്ടിലേക്ക് കയറി. റോസിനാകട്ടെ ഈ ഒരു വീട് വളരെയധികം ഇഷ്ടമായി. ജീവാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം നമ്മുടെ സ്വന്തമാകും, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ജീവ് വീണ്ടും നമ്മുടെ റോസിനെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് അവൾക്ക് കുടിക്കാനായിട്ട് വൈനും മറ്റൊക്കെ എടുത്തു കൊടുക്കുന്നു. അപ്പോഴാണ് പുറത്ത് ആരോ നിൽക്കുന്നത് റോസ് കാണുന്നത്. അവൾ ഉടനെ തന്നെ ചീവിന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. ചീവ് അപ്പൊ തന്നെ ഒരു തോക്കും എടുത്തുകൊണ്ട് അയാളെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു. നേരത്തെ ഇവർ ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ കണ്ട മന്ത്രവാദിയായിരുന്നു അത്. അയാൾ ഈ ഒരു ചെറിയ മരത്തിന് താഴെ നിന്നിട്ട് എന്തൊക്കെയോ റിച്വൽ നടത്താനായിട്ട് നോക്കുകയാണ്. പക്ഷെ ചീവ് അതിന് സമ്മതിച്ചില്ല. അയാളെ അവിടെ നിന്നും ഓടിച്ചു വിട്ടതിന് ശേഷം റോസിനടുത്തേക്ക് വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നു. രണ്ടുപേർക്കും സ്നേഹം മൂത്ത് മൂത്ത് അതൊരു ശാരീരിക ബന്ധം
ബന്ധത്തിലേക്ക് വഴിമാറുകയാണ്. അങ്ങനെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം റോസ് ആകട്ടെ ഇപ്പൊ കുളിക്കാനായിട്ട് ബാത്ത് ടബിൽ കിടക്കുകയാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ അവൾ ആലോചിച്ചുകൊണ്ട് ഇപ്പോ വെള്ളത്തിനടിയിലേക്ക് തല താഴ്ത്തി. ആ ഒരു സമയത്ത് രണ്ട് കറുത്ത കൈകള് ഇപ്പൊ ആ ഒരു ബാത്ത് ടബിൽ പിടിച്ചിട്ട് അവൾക്ക് നേരെ വരുന്നുണ്ട്. ഇതൊന്നും തന്നെ അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഈ രൂപത്തെ കണ്ട് അവൾ ഞെട്ടിത്തരിച്ച് ബാത്ത് ടബിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കി. പക്ഷെ ആരെയും തന്നെ അവൾക്ക് കാണാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ആ ഒരു ദിവസവും രാത്രി രണ്ടുപേരും സന്തോഷത്തോടു കൂടിയിട്ട് കിടന്നുറങ്ങി. പിന്നെ എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് നമ്മുടെ റോസ് എഴുന്നേറ്റ് നോക്കുമ്പോൾ തൊട്ടടുത്തായിട്ട് ചീവിനെ കാണാനില്ല. റോസ് അങ്ങനെ ചീവിനെ തെരഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാണ്. ഈ വീടിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഔട്ട് ഹൗസും കൂടിയുണ്ട്. ചീവിനെ തെരഞ്ഞ് റോസ് അവിടേക്ക് എത്തി. പക്ഷെ ആ കാഴ്ച കണ്ട് അവൾ അമ്പരന്ന് പോയി. മറ്റൊന്നുമല്ല, നമ്മുടെ ചീവാകട്ടെ ഇപ്പൊ ഒരു മുറിയിൽ അവന്റെ മരിച്ചുപോയ ഭാര്യയുടെ മൃതദേഹം ഒരു പെട്ടിക്കകത്താക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. റോസ് ഇത് കണ്ടതും നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ചുരുക്കി പറഞ്ഞ മരിച്ചുപോയ ഭാര്യയുടെ സ്വത്തുക്കളെല്ലാം തന്നെ കിട്ടാനായിട്ട് അവൻ ഭാര്യയോട് എപ്പോഴും അനുകമ്പയുള്ളവനാണ്, അല്ലെങ്കിൽ ഭാര്യയെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന പരിപാടിയാണിത്. ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ലുന്തുമിന്റെ വീട്ടുകാർക്ക് ചീവിനെ നല്ല വിശ്വാസമാണ്. അവൻ ഉടനെ തന്നെ ഏകദേശം 100 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മരിച്ചുപോയ ലുന്തുമിന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ചീവിന് ലഭിക്കും. ഇതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യ എന്റെ പൊന്നെ എന്നാണ് റോസിനോട് ഇപ്പോൾ ചീവ് പറയുന്നത്. വീണ്ടും ഒരു പാസ്റ്റ് കാണിക്കുകയാണ്. എന്താണ് ലുന്തുമിന് സംഭവിച്ചതെന്ന്. ഒരു ദിവസം ലുന്തുമാകട്ടെ ഓഫീസ് റൂമിലേക്ക് വരുന്ന വഴിയാണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അവിടെ ഓഫീസിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ തന്റെ ഭർത്താവായിട്ടുള്ള ചീവും അവിടുത്തെ സ്റ്റാഫായിട്ടുള്ള ഈ റോസും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ലുന്തും നേരിട്ട് കാണുകയും അവൾക്ക് ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ അവിടെ നിന്നും അവൾ ഇറങ്ങിപ്പോകുന്നു. ഒരുപക്ഷെ തന്റെ കഴിവില്ലായ്മ കൊണ്ടാവാം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് കരുതി ലുന്തുമാകട്ടെ ഇപ്പം ഭർത്താവിന് വേണ്ട എല്ലാ സ്നേഹങ്ങളും വാരിക്കോരി കൊടുക്കുന്നുണ്ട്. തന്റെ ഭർത്താവിനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നമ്മുടെ ലുന്തുമാണ് ഈ കാര്യത്തിന് മുൻകൈ എടുക്കുന്നത്. അതിന് നടുവിലുള്ള ഇപ്പൊ റോസും അതുപോലെ തന്നെ ചീവും വന്നിരിക്കുന്ന അതേ വീട്ടിലേക്ക് ലുന്തുമാണ് ആദ്യമായിട്ട് ചീവിനെ കൊണ്ടുവരുന്നത്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വൃക്ഷമായിരുന്നു ആ കാണുന്നത്. തന്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടി മെച്ചപ്പെടുത്താനായിട്ടാണ് ലുന്തും ചീവിനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. അവിടെ റോസിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കറുത്ത കൈ വരുന്നുണ്ട്. പെട്ടെന്ന് അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് ചീവായിരുന്നു. ശേഷം ചീവിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഇപ്പോൾ അടുക്കളയിലേക്ക് പോയിട്ട് അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റോസിന്റെ പുറകിലായിട്ട് നമ്മുടെ ലുന്തുമിന്റെ പ്രേതം വരികയാണ്. ഇതെല്ലാം തന്നെ നേരിട്ട് കാണാനായിട്ട് റോസിന് കഴിയുന്നില്ലെങ്കിലും അവൾക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നു. എന്തോ ഒരു നെഗറ്റീവ് എനർജി അവളുടെ ചുറ്റിലുമായിട്ട് ഉണ്ടെന്ന്. നാടിന് നടുവിലായിട്ടുള്ള ഈ ഒരു വീടിന് മുൻപിലായിട്ട് തന്നെ മറ്റൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ചീവ് ഇപ്പോൾ റോസിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടുകൊണ്ട് ഇവർ തിരിച്ചു വരുന്ന വഴിയിലാണ് ഒരു ഔട്ട് ഹൗസിലായിട്ട് ഒരുപാട് പെയിന്റിങ്സ് നമ്മുടെ റോസ് കാണുന്നത്. അവളത് എന്താണെന്ന് നോക്കിയപ്പോൾ ആ മുഴുവൻ ഫോട്ടോസും, അതായത് ഈ വരച്ചിരിക്കുന്ന പെയിന്റുകളെല്ലാം തന്നെ ലുന്തുമിൻ്റെതായിരുന്നു. ഓ, നിങ്ങൾ അവളുടെ ഫോട്ടോ മാത്രമേ വരയ്ക്കുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് റോസിന്റെ ഫോട്ടോ ഇപ്പൊ ചീവിനെ കൊണ്ട് അവൾ വരപ്പിക്കുകയാണ്. ഓ, ഈ പെണ്ണിന്റെ ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ഒരു അരുവിക്കരികിലായിട്ട് ഇപ്പൊ നമ്മുടെ റോസിനെയും കൊണ്ട് ചീവ് പോകുന്നു. പലതരത്തിലുള്ള പോസിൽ റോസ് ഇങ്ങനെ ഇരുന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് ആ ഒരു പ്രേതം വന്നിട്ട് ഇപ്പൊ നമ്മുടെ ചീവിനെ കൊണ്ട് തന്നെ വീണ്ടും ലുന്തുമിന്റെ പെയിന്റിംഗ് ആണ് വരപ്പിക്കുന്നത്. ഇത് കണ്ടതും നമ്മുടെ റോസിന് ദേഷ്യം പിടിച്ചു. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഭാര്യയാണ് മനസ്സിൽ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അവൾ അവിടെ നിന്നും പോകുന്നു. അന്ന് രാത്രി തന്നെ മറ്റൊരു കാര്യം കൂടി നടന്നു. നമ്മുടെ ലുന്തുമിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ചെറു വൃക്ഷം ഇവര് മുറിച്ചു കളഞ്ഞു. അധികം വൈകാതെ തന്നെ പിണക്കൊക്കെ മറന്ന് രണ്ടുപേരും വീണ്ടും ഒന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോസ് ചീവിൻ്റെ അടുത്ത് ഇവൾക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഇവിടെ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്, എനിക്കെന്തോ ഒരു ഫീലൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നിന്നെ ആരും ഉപദ്രവിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരില്ല, നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ചീവ് റോസിനെ സമാധാനിപ്പിക്കുന്നു. അന്ന് രാത്രി റോസ് കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് അവൾ ഞെട്ടി എണീക്കുന്നുണ്ട്. ആരോ അവളുടെ ശരീരത്തിൽ തൊടുന്നത് പോലെയാണ് ഇപ്പൊ അവൾക്ക് അനുഭവപ്പെടുന്നത്. കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരുപാട് കറുത്ത കൈകൾ വന്നിട്ട് അവളുടെ ശരീരം ഇപ്പൊ ബെഡോട് കൂടി താഴോട്ട് വലിക്കുകയാണ്. പേടിച്ചരണ്ട റോസ് ആകട്ടെ നിലവിളിച്ചു. ഈ ശബ്ദം കേട്ട് ചീവ് അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നു. എന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നു. നീ പേടിക്കേണ്ട, നിന്റെ കൂടെ ഞാനില്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും റോസിന് ഇപ്പൊ മനസ്സിൽ നല്ല പേടിയുണ്ട്. ഇന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. റോസിന് കാവലായിട്ട് ചീവ് അടുത്ത് തന്നെയുണ്ട്. ലുന്തുവിന്റെ പ്രേതം ഇവിടെ എവിടെയോ ഉണ്ട്, നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് കഴിയില്ല എന്നൊക്കെ ചീവിനോട് റോസ് പറയുന്നു. ഉടൻ തന്നെ നമുക്കൊരു മന്ത്രവാദിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാല് എന്ന് ചോദിക്കുമ്പോൾ ചീവ് അതിന് സമ്മതിക്കുന്നില്ല. എന്തു വന്നാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, നീ പേടിക്കണ്ട. ഇതെല്ലാം
ഇതെല്ലാം കേട്ടുകൊണ്ട് ലുന്തുമിന്റെ പ്രേതത്തിന് കലിയടക്കാൻ കഴിയുന്നില്ല. വീണ്ടും പാസ്റ്റ് കാണിക്കുന്നു. അതായത് ചീവും റോസും തമ്മിലുള്ള ആ ഒരു ശാരീരിക ബന്ധം നേരിട്ട് കണ്ട ലുന്തുമാകട്ടെ ഇപ്പൊ ആകെ തളർന്ന് വിഷമിച്ച് ആ കമ്പനിയുടെ സ്റ്റെയർ കേസൊക്കെ ഇറങ്ങി വരുമ്പോഴാണ് അവള് വീണു പോയത്. ഒരുപാട് സ്വത്തുക്കള് ഇവളുടെ പേരിലുള്ളതുകൊണ്ട് തന്നെ ചീവ് ഇവളെ വിട്ടു പോകാനായിട്ട് തയ്യാറല്ലായിരുന്നു. എല്ലാവരും പുറത്തുനിന്ന് നോക്കുമ്പോൾ അവളെ ഏതു നേരം പരിചരിക്കുന്ന ഒരു നല്ല ഭർത്താവ് അത് മാത്രമാണ് ചീവ്. പക്ഷെ അവന്റെ ഉള്ളിലിരിപ്പ് ആർക്കും മനസ്സിലായില്ല. വൈകാതെ തന്നെ നമ്മുടെ ലുന്തുമിന്റെ അസുഖങ്ങളൊക്കെ ഭേദമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ അസുഖം വന്ന് കിടക്കുമ്പോഴും റോസ് അവനെ കാണാനായിട്ട് വരുന്നുണ്ട്. ശരീരം മൊത്തം തളർന്നു കിടക്കുന്ന ലുന്തുമാകട്ടെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ കേട്ട് കരയുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ലുന്തുമിന്റെ വയ്യായികയൊക്കെ മാറി ഇപ്പോഴവള് ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. നേരെ പോകുന്നത് നമ്മുടെ റോസിന്റെ അടുത്തേക്കാണ്. റോസ് ആകട്ടെ ഇപ്പൊ ഓഫീസിന് പുറത്തു നിന്ന് പുകവലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ നീ വിവരം അറിയും എന്നൊരു വാണിംഗ് കൊടുത്താണ് ലുന്തും അവിടെ നിന്നും പോകുന്നത്. വീട്ടിലേക്ക് എത്തിയ നമ്മുടെ ലുന്തുമാകട്ടെ അമിതമായിട്ട് പുകവലിക്കുകയും കള്ളു കുടിക്കുകയും ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ചീവ് അങ്ങോട്ടേക്ക് വന്നു. പലതവണ നിങ്ങൾക്ക് ഞാൻ താക്കീത് നൽകിയതാണ്, വീണ്ടും അവളുടെ പിന്നാലെ നിങ്ങൾ പോയി. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് ഇപ്പോൾ ലുന്തും പറയുന്നത്. ദുഷ്ടനും ബുദ്ധിമാനുമായിട്ടുള്ള ചീവാകട്ടെ ഇപ്പൊ ലുന്തുമിനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി. നിന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ മാനസികമായി തളർത്തുകയും അധികം വൈകാതെ തന്നെ അവൾക്ക് നെഞ്ചുവേദന വന്ന് അവൾ അവിടെ നിലത്ത് കിടന്ന് പെടയുമ്പോഴും ചീവ് നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. അവന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഇവള് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവായിട്ടുള്ള എനിക്കെല്ലാം കിട്ടും, അത് മാത്രമാണ് അവന്റെ ചിന്ത. വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. ഒരു സിഗരറ്റും വലിച്ചുകൊണ്ടിരിക്കുന്ന സാകട്ടെ ആ ഒരു സിഗരറ്റ് കുറ്റി ഇപ്പൊ ലുന്തുമിനെ അടക്കം ചെയ്ത ബോക്സിൽ അമർത്തി കുത്തി കെടുത്തിയതിനു ശേഷം ഇപ്പൊ ചീവിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് രണ്ടുപേരും പാട്ടൊക്കെ വെച്ച് ഡാൻസോട് ഡാൻസ്. പക്ഷെ അതിനിടയിൽ നമ്മുടെ ചീവാകട്ടെ ഇവൾക്ക് ഭക്ഷണം എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി. ഈ തക്കത്തിന് നമ്മുടെ പ്രേതം അങ്ങോട്ടേക്ക് വന്നിട്ട് ഇപ്പൊ റോസിനെ ഭയപ്പെടുത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊന്നും അവൾക്ക് കാര്യം പിടികിട്ടിയില്ല. പെട്ടെന്ന് ആ പ്രേതം വന്നിട്ട് അവൾക്കൊരു തട്ട് കൊടുത്തു. അതോടുകൂടിയിട്ട് റോസ് തെറിച്ച് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മേശയുടെ അടുത്തേക്ക് ഇടിച്ചിട്ട് അവളുടെ നെറ്റിയിൽ ഇപ്പം നല്ല രീതിയിലുള്ള ഒരു മുറിവ് പറ്റുന്നുണ്ട്. പേടിച്ചിരണ്ട റോസ് ആകട്ടെ ചുറ്റിലും നോക്കിയെങ്കിലും ആ ഒരു പ്രേതത്തെ വീണ്ടും അവൾക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ദേഷ്യം പിടിച്ച റോസ് ആകട്ടെ നേരെ പോകുന്നത് ഔട്ട് ഹൗസിലേക്കാണ്. എന്നിട്ട് ലുന്തുമിനെ അടക്കം ചെയ്തിരിക്കുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അത് തല്ലി പൊട്ടിക്കാനായിട്ട് തുടങ്ങി. ചീവ് അപ്പോഴേക്കും ഓടി വന്ന് അവളെ തടയുന്നു. പക്ഷെ പകുതി മുക്കാൽ ഭാഗവും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ചീവ് അങ്ങനെ താൽക്കാലികമായിട്ട് ഫ്രിഡ്ജിലും മറ്റൊക്കെ ഉണ്ടായിരുന്ന ഐസ് ക്യൂബ്സ് ഒക്കെ ലുന്തുമിന്റെ ശരീരം അഴുകാതിരിക്കാനായിട്ട് വെക്കുകയാണ്. മരിച്ചു കഴിഞ്ഞിട്ടും ഈ ഒരു പൂതനെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ നമുക്ക് എന്നാണ് ഇപ്പൊ റോസിനുള്ള വിഷമം. നീ ഒന്ന് സമാധാനപ്പെട്, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്വത്തുക്കൾ മൊത്തം നമ്മുടെ പേരിലാവും, പിന്നെ ഒരു പേടിയും പേടിക്കണ്ട. അന്ന് രാത്രി ഇവർ രണ്ടുപേരും എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടി. ഒരുപാട് മദ്യപിച്ച നമ്മുടെ റോസ് ആകട്ടെ ഇപ്പൊ നല്ല രീതിയിൽ കിടന്നുറങ്ങി. ഹാങ് ഓവർ ഒക്കെ മാറിയിട്ട് നട്ടുച്ചയ്ക്കാണ് അവൾ എഴുന്നേൽക്കുന്നത്. പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോ ചീവാകട്ടെ ഒരു വണ്ടിയും എടുത്ത് എങ്ങോട്ടോ പോകുന്നുണ്ട്. ആ ഒരു തക്കത്തിന് നമ്മുടെ ലുന്തുമിന്റെ പ്രേതം ഇപ്പൊ റോസിനെ വേട്ടയാടാനായിട്ട് വരികയാണ്, അതും പട്ടാപ്പകല്. എന്താണ് സംഭവിക്കുന്നതെന്ന് റോസിന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. റോസിന്റെ കാലൊക്കെ പിടിച്ചുകൊണ്ട് ലുന്തും പ്രേതം ഇപ്പൊ അവളെ വലിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ്. വീട്ടിലിപ്പോ നിലവിൽ ചീവില്ല, അതുകൊണ്ട് തന്നെ രക്ഷിക്കാനായിട്ട് അവൻ ഓടി വരില്ല എന്ന് നമ്മുടെ ലുന്തും പ്രേതത്തിന് ഉറപ്പായിരുന്നു. ഈ ഒരു അവസരം മുതലാക്കിയ ലുന്തും പ്രേതമാകട്ടെ ആറഞ്ചും പുറഞ്ചും റോസിനിട്ട് പണി കൊടുത്തുകൊണ്ടേയിരുന്നു. നല്ല രീതിയിൽ ഇപ്പൊ റോസിന് പരിക്കേറ്റിട്ടുണ്ട്. റോസ് ഓടി പുറത്തേക്ക് പോകാനായിട്ട് നോക്കിയപ്പോൾ തനിയെ ആ ഒരു ഡോർ അടഞ്ഞു. ഇപ്പോഴിതാ ടിവിയിലും ആ ഒരു പ്രേതം വന്നിട്ട് റോസിനെ പേടിപ്പെടുത്തുന്നു. അവൾ മുകളിലേക്ക് നോക്കിയപ്പോൾ സ്റ്റെയർ കേസിന്റെ മുകളിലായിട്ട് ലുന്തുമിന്റെ പ്രേതത്തെ അവൾ കണ്ടു. അപ്പോഴേക്കും ചീ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പേടിക്കണ്ട, എല്ലാം നിന്റെ തോന്നലാണ്. അതും പറഞ്ഞപ്പോൾ നമ്മുടെ റോസ് അവളുടെ ശരീരത്തിലേക്ക് തന്നെ നോക്കിയപ്പോൾ ഇതുവരെ അവൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന ആ ഒരു മുറിവുകളെല്ലാം തന്നെ കാണാനില്ല. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. റോസിനെ വീണ്ടും വീണ്ടും ലുന്തുമിന്റെ പ്രേതം വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം രാത്രിയായപ്പോൾ ലുന്തുമിന്റെ ശവശരീരം കിടത്തിയിരിക്കുന്ന ആ ഒരു ഔട്ട് ഹൗസ് ഉണ്ടല്ലോ അവിടേക്ക് നമ്മുടെ റോസ് ചെല്ലുന്നുണ്ട്. ഇവിടെ ചീവാണെന്നുണ്ടെങ്കിൽ ഐസ് കട്ട പൊട്ടിച്ചിട്ട് അവളുടെ ശവശരീരത്തിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവന്റെ സമ്മതമില്ലാതെ തന്നെ റോസ് ഇപ്പോൾ മന്ത്രവാദിയെ വിളിപ്പിച്ചിട്ട് ആ വീട്ടിൽ വെച്ചിട്ട് എന്തൊക്കെയോ റിച്വലൊക്കെ നടത്തുകയാണ്. അതായത് ഈ ഒരു പ്രേതത്തെ ഒഴിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട്. മറുവശത്ത് ചീവാകട്ടെ ഐസ് കട്ട എടുത്തിട്ട് ഈ ഒരു മൃതദേഹത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മൃതദേഹത്തിൽ നിന്ന് പെട്ടെന്ന് പുഴുക്കളൊക്കെ വരുന്നത് കണ്ടപ്പോൾ ചീവിന് സംഗതി മനസ്സിലായി. ചീവ് അങ്ങനെ പുറത്തേക്ക് ഓടി വരുന്നുണ്ട്. ഇവിടെ റിച്വലൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യം പിടിച്ച ചീവാകട്ടെ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് റിച്വൽ നടത്തുന്ന മന്ത്രവാദിയെയും
അതിന്റെ അനുയായികളെയും അവിടെ നിന്നും ഓടിച്ചു വിടുന്നു. നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ കാട്ടുന്നത്, ഞാൻ അവിടെ നിന്ന് പോകുകയാണെന്ന് പറഞ്ഞിട്ട് റോസ് ഇപ്പോൾ ചീവുമായിട്ട് വഴക്കിട്ട് അവിടെ നിന്നും പോകുന്നു. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത്, എന്നിട്ടിപ്പോ നീ എന്നെ വിട്ടു പോവുകയാണോ എന്നൊക്കെ റോസിനോട് ചീവ് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളതൊന്നും മൈൻഡാക്കാതെ അവിടെ നിന്നും കാറുമെടുത്ത് പോയി. ഇപ്പോഴിതാ ചീവിന്റെ പുറകിലായിട്ട് ലുന്തുമിന്റെ പ്രേതം അവനെ കഴുത്തിന് പിടിക്കാനായിട്ട് നിൽക്കുന്നു. ചീവിനെ ഒറ്റയ്ക്കാക്കി വന്നത് ശരിയായില്ല എന്നും മനസ്സിൽ പറഞ്ഞ് നമ്മുടെ റോസ് ആകട്ടെ വീണ്ടും ആ ഒരു വീട്ടിലേക്ക് തിരികെ വരുന്നു. ഈ സമയം ചീവാകട്ടെ ബാത്ത് ടബിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് നല്ല മസാജ് ഒക്കെ ചെയ്തുതരാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചീവിനോട് സംസാരിക്കാനായിട്ട് നോക്കുമ്പോൾ അവനൊരു അക്ഷരം പോലും അവളോട് മിണ്ടുന്നില്ല. എന്നോട് പിണക്കൊന്നും കാണിക്കണ്ട, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്തതല്ലേ കുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് റോസ് ചീവിന്റെ മുടിയൊക്കെ വെട്ടിക്കൊടുക്കാനായിട്ട് ആരംഭിച്ചു. ഉടൻ തന്നെ ചീവ് ആ ബാത്ത് ടബില് കൈ അമർത്തി പിടിക്കാനായിട്ട് തുടങ്ങുകയും അവന്റെ നഖത്തിന് നല്ല രീതിയിലുള്ള പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ് എടുക്കാനായിട്ട് നമ്മുടെ റോസ് പോയ തക്കത്തിന് അവളുടെ പിന്നാലെ തന്നെ ഇവൻ വരികയും റോസിനെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ലുന്തുമിന്റെ പ്രേതം ഇപ്പൊ ചീവിന്റെ ശരീരത്തിലേക്ക് കയറിയിരിക്കുകയാണ്. മാത്രമല്ല അവനിപ്പോ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും ലുന്തുമിന്റെയാണ്. പ്രേതത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് റോസ് 18 അടവും പയറ്റി നോക്കി. പക്ഷേ പ്രേതം വിടുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. അത്രയ്ക്ക് പകയുണ്ടായിരുന്നു ലുന്തുമിന്റെ പ്രേതത്തിന്. കാറ് സ്റ്റാർട്ട് ചെയ്ത് പോകാനായിട്ട് നോക്കുമ്പോൾ കീ ആണെന്നുണ്ടെങ്കിൽ വീടിനകത്താണ്. ഒടുവിൽ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു പൊന്തക്കാട്ടിലേക്ക് പോയിട്ട് അവൾ ഒളിച്ചു നിൽക്കുകയാണ്. പക്ഷേ പ്രേതം അവളെ കണ്ടെത്തിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. ഉടൻ തന്നെ അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഈ ഒരു പ്രേതം അവളെ പിടികൂടുകയും അവിടെ നിന്ന് വലിച്ചഴിച്ച് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ഇതാ ഒരു അരുവിയിൽ റോസിനെ മുക്കിക്കൊല്ലാനായിട്ടാണ് ഈ ഒരു പ്രേതം ശ്രമിക്കുന്നത്. അങ്ങനെ നീ ഇപ്പം മരിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അവളെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു വീടിന്റെ അകത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നു. റോസ് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവളിപ്പോ ഒരു ശവപ്പെട്ടിക്കുള്ളിലായിട്ടാണ് കിടക്കുന്നത്. ദേഷ്യം തീരാത്ത നമ്മുടെ ലുന്തുമിന്റെ പ്രേതം ഇവളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ശവപ്പെട്ടിയുടെ മുകളിൽ ഉണ്ടായിരുന്ന ഗ്ലാസ് ഒക്കെ ഇപ്പൊ ചുമ്മാ പൊട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. ഇവളാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. വീണ്ടും ഇവളെ വലിച്ചഴിച്ചുകൊണ്ട് മറ്റെങ്ങോട്ടോ കൊണ്ടുപോകുന്നു. പിന്നീട് കാണിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ശവപ്പെട്ടി. അതിലായിട്ട് ഇപ്പോൾ ജീവും മരിച്ചു പോയിട്ടുള്ള അവന്റെ ഭാര്യയായിട്ടുള്ള ലുന്തും കിടക്കുന്നുണ്ട്. രണ്ടുപേരും ആകെ ജീർണിച്ച അവസ്ഥയിലാണ്. ആ ഒരു അവസ്ഥയിലൂടെ അവരുടെ ശരീരത്തിൽ വരുന്ന പലതരത്തിലുള്ള പുഴുക്കളും ദ്രാവകങ്ങളും എല്ലാം തന്നെ റോസിന്റെ വായിലേക്കാണ് വന്ന് വീഴുന്നത്. അവളുടെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പ്രേതം കൊടുത്ത എട്ടിന്റെ പണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ഇങ്ങനൊരു സീന് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. അവിഹിതത്തിന് പോകുന്ന ഭാര്യയായാലും ഭർത്താവായാലും ഒന്ന് സൂക്ഷിച്ചേക്കുക, പലതരത്തിലുള്ള പണികൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുകൂടി ഈ ഒരു സിനിമ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കുറച്ച് തിരക്കുകൾക്കിടയിലായിരുന്നു, അതുകൊണ്ടാണ് സിനിമകളൊന്നും ചെയ്യാണ്ട് കുറച്ച് ദിവസം പഴയ വീഡിയോസ് ഇങ്ങനെ ഇട്ട് ഉടായ്പ് കളിച്ചിരുന്നത്. അപ്പോൾ ഇനി എന്തായാലും മുടങ്ങാതെ വീഡിയോസ് ഇടാനായിട്ട് ഞാൻ എന്തായാലും ശ്രമിക്കുന്നതാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.